SAP സർട്ടിഫിക്കേഷൻ എക്സാം പ്രാക്ടിക്കൽ ആൻഡ് സിനാരിയോ ബേസ്ഡ് ആക്കാൻ പോണു എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. January 15th മുതലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോണത്. ഇതിന് മുന്നേ ഉള്ളൊരു രീതി എന്ന് വെച്ചാൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ബൈ ഹാർട്ട് ചെയ്തിട്ട് പോകും ആൻഡ് ആ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് പാസ് ആവാൻ പറ്റും. പക്ഷേ ഇനി അത് നടക്കില്ല. SAP സർട്ടിഫിക്കേഷൻ ഇസ് നോ ലോങ്ങർ അബൌട്ട് നോയിങ് SAP, ഇറ്റ് ഇസ് അബൌട്ട് ഡൂയിങ് SAP. ഇനി അത് രണ്ട് ഫ്ലേവറിലാണ് മെയിൻ ആയിട്ട് വരാൻ പോകുന്നത്. ഒന്ന് സിസ്റ്റം ബേസ്ഡും രണ്ടാമത്തത് സിനാരിയോ ബേസ്ഡും. സിസ്റ്റം ബേസ്ഡിൽ നമുക്ക് SAPയുടെ ഒരു സിസ്റ്റം ആക്സസ് തരും ആൻഡ് നമ്മൾ ആ സിസ്റ്റത്തിൽ നമ്മളുടെ ഒരു കൺഫിഗറേഷൻ റിക്വയർമെന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒന്നും അവിടെ ഉണ്ടാവില്ല. പകരം നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്ത് ആക്ച്വലി ചെയ്ത് കാണിച്ചു കൊടുക്കലായിരിക്കും. സോ പണി അറിഞ്ഞാൽ മാത്രമേ ഇനി എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. സിനാരിയോ ബേസ്ഡിൽ നമുക്കൊരു ബിസിനസ് സിനാരിയോ തരും. ആ ബിസിനസ് സിനാരിയോയുടെ പോസിബിൾ ഔട്ട്കംസ് എന്തൊക്കെയാണ് ആൻഡ് അതിലെന്തെങ്കിലും ബഗ് വന്നിട്ടുള്ള ഒരു സിനാരിയോ ഉണ്ടെങ്കിൽ ആ ബഗിന്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കലായിരിക്കും സിനാരിയോ ബേസ്ഡ് എക്സാമിൽ വരുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാം ഇനി മുതൽ ഓപ്പൺ ബുക്ക് എക്സാം ആയിരിക്കും. വിച്ച് മീൻസ് നമുക്ക് SAPയുടെ ഡോക്യുമെന്റേഷനോ അല്ലെങ്കിൽ help.sap ഇതോ അല്ലെങ്കിൽ SAPയുടെ കോപ്പൈലറ്റ് ആയിട്ടുള്ള SAP ജൂൾ എന്നുള്ള ടൂളോ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇൻ ഷോർട്ട് SAP ഉദ്ദേശിക്കുന്നത് നിങ്ങൾ റെഫർ ചെയ്ത് ഇത് ക്ലിയർ ചെയ്താലും കുഴപ്പമില്ല, കോപ്പി അടിച്ചാലും കുഴപ്പമില്ല, പക്ഷേ എൻഡ് ഓഫ് ദ ഡേ പണി ചെയ്യാൻ അറിയണം എന്നുള്ളതാണ്. സോ ഗുഡ്, ദിസ് ഈസ് ഹൗ ആക്ച്വലി എക്സാംസ് ഷുഡ് ബി. ആൻഡ് ഇത് SAPയിൽ മാത്രമല്ല ഏതൊരു സബ്ജക്റ്റിലാണെങ്കിലും എക്സാംസ് ഇങ്ങനെ തന്നെ ആയിരിക്കണം. ബിക്കോസ് നമ്മളൊരു ടെസ്റ്റ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എത്രത്തോളം കാണാപ്പാഠം പഠിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാനല്ല. എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റിയും കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ്.